ഹായ് ഡിയേഴ്സ്, 7 മാർക്കിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഗുരുദേവന്റെ ദർശനങ്ങളുടെ കാലിക പ്രസക്തി അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾക്ക് ഇന്നത്തെ കാലത്തുള്ള പ്രസക്തിയെ കുറിച്ച് നമുക്ക് എന്താണ് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് 7 മാർക്കിനായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന്റെ പിന്നിലെ പ്രധാന ചാലക ശക്തിയായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ കേരളീയ സമൂഹത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് കാരണമായി. ജാതിമത വ്യത്യാസങ്ങൾക്ക് അതീതമായി മാനവികതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് ഗുരു ഒരു പുതിയ കേരളത്തെ സ്വപ്നം കണ്ടു. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ അടിസ്ഥാനം മാനവികതയാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് അല്ലെ എന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വാക്യം മനുഷ്യരുടെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടിയുള്ള ആഹ്വാനമാണ്. ഗുരുവിന്റെ കാലത്ത് കേരളത്തിൽ അധകൃത ജനവിഭാഗം അല്ലെ മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനവും വിദ്യാഭ്യാസവും നിഷേധിക്കപ്പെട്ടിരുന്നു. ഈ അനീതിക്കെതിരെ ഗുരു ശക്തമായി പ്രതികരിച്ചു. വിപ്ലവം സൃഷ്ടിച്ച അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ അദ്ദേഹം ജാതിഭേദമില്ലാതെ എല്ലാവർക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കി. ശ്രീനാരായണ ഗുരു കേരളീയരെ മഹത്വം പഠിപ്പിച്ച ഗുരുനാഥനായിരുന്നു. എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ജാതി മത വർഗം എന്നിവ കൃത്രിമമായി വേർതിരിവുകളാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. ഈ ദർശനം ഇന്നത്തെ ലോകത്ത് ഏറെ പ്രസക്തമാണ്. ജാതിമത ലിംഗ അസമത്വങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, മതഭ്രാന്ത് എന്നിവ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ ദർശനങ്ങൾ ഇന്നത്തെ കാലത്തും പ്രസക്തമാണ്. ഇന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് ഈ ദർശനങ്ങൾ എന്ന് പറഞ്ഞായിരിക്കണം അവസാനിപ്പിക്കേണ്ടത്. എല്ലാവരും നന്നായിട്ട് പഠിക്കണം. ഇതെന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. സോ ഇതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ ബൈ.